കാട് പിടിച്ച് കിടക്കാണ് വാഹനങ്ങൾ ഈ സർവീസ് സെൻ്ററിനകത്ത്. പല ആളുകളും വാഹനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന പെട്ടിയോട്ടോ വിളിച്ചിട്ടാണ്. പെട്ടിയോട്ടോ വിളിച്ച് അതിനകത്ത് കയറ്റി കൊണ്ടുവന്ന് ഇവിടെ സർവീസിന് വേണ്ടി കൊടുത്താണ്. അപ്പോൾ സർവീസ് സെൻറ്റർ 1.5 മാസമായിട്ട് അടച്ചിട്ടിരിക്കുന്നു. ഇവിടെ കിടക്കുന്ന വാഹനങ്ങൾക്ക് 1.5 ലക്ഷം രൂപയോളം വില വരുന്നതാണ്. വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ ഓഫായി പോകുന്ന കംപ്ലൈൻറ്റ്. അതിവിടെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് 3-4 മാസം എടുക്കും, അതുകൊണ്ട് ഉള്ള പോലെ ഓടിച്ചുകൊണ്ട് നടക്കാനാണ് അവരിപ്പോൾ പറഞ്ഞു തരുന്നത്. ഒല ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയ ആളുകൾ യഥാർത്ഥത്തിൽ പെട്ടുപോയ അവസ്ഥയിലാണ്. തകരാറുകൾ പരിഹരിക്കാനായി ഷോറൂമുകളിലേക്ക് എത്തിച്ച ആയിരക്കണക്കിന് വാഹനങ്ങളാണ് സർവീസ് സെൻ്ററുകളുടെ പരിസരങ്ങളിൽ കാട് കയറി തുരുമ്പെടുത്ത് നശിക്കുന്നത്. പല സർവീസ് സെൻ്ററുകളും പൂട്ടിപ്പോയി എന്നാണ് ഉപഭോക്താക്കൾ പറയുന്നത്. കോട്ടയം കോടിമതയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സർവീസ് സെൻ്ററും ഏതാണ്ട് 1.5 മാസം മുൻപ് പൂട്ടിപ്പോയ അവസ്ഥയിലാണ്. ഇവിടെയും 100 കണക്കിന് വാഹനങ്ങൾ കാട് കയറി നശിക്കുകയാണ്. ഇതിൽ പലതിൻ്റെയും വായ്പാ തിരിച്ചടവ് പോലും തീർന്നിട്ടില്ല എന്നുള്ളതാണ് ഉപഭോക്താക്കളുടെ പരാതി. ഒല ഇലക്ട്രിക്കൽ വെഹിക്കിൾ വാങ്ങിയ കോട്ടയത്തെ ഉപഭോക്താക്കളുടെ ഒരു കൂട്ടായ്മ, കൂട്ടായ്മയിലെ കോർഡിനേറ്ററാണ് ഞാൻ. എൻ്റെ പേര് EV പ്രകാശ് എന്നാണ്. ഇവിടെ ഇന്ന് കോട്ടയത്ത് കോടിമതയിൽ ഈ ഒലയുടെ സർവീസ് സെൻറ്ററിൽ ഞങ്ങളിന്ന് വലിയൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. കാരണം ഒല സ്കൂട്ടർ വാങ്ങിയ ഉപഭോക്താക്കൾക്ക് സർവീസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ കോടിമതയിലെ സർവീസ് സെൻറ്റർ 1.5 മാസമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. 100 കണക്കിന് സ്കൂട്ടറുകളാണ് ഇവിടെ ഉപഭോക്താക്കൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ബന്ധപ്പെടുന്ന സമയത്ത്, കമ്പനിയെ ബന്ധപ്പെടുന്ന സമയത്ത് അതിനുള്ള സംവിധാനമില്ല, ഉടൻ തന്നെ തുറക്കുമെന്നുള്ള മറുപടി അല്ലാതെ സർവീസ് കിട്ടുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിലില്ല. ഇതിവിടെ മാത്രമല്ല, ആലപ്പുഴ ജില്ലയിൽ വലിയൊരു പ്രതിഷേധ പരിപാടി ഈ സമയത്ത് നടക്കുകയുണ്ടായി. രാജ്യമൊട്ടാകെ ഇപ്പം ഗോവയിലും മഹാരാഷ്ട്രയിലും സമാനമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുകയും അവിടുത്തെ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് കമ്പനി ഉടമകളുമായി ചർച്ച നടത്തുകയും സർവീസ് ഇല്ലെങ്കിൽ സെയിൽ നടത്തേണ്ടതില്ല എന്ന് കമ്പനി അറിയിക്കുകയും അടച്ചുപൂട്ടാനായിട്ട് ഉത്തരവിടുകയും ചെയ്തു. അതിനെ തുടർന്ന് സർവീസ് സെൻ്ററുകൾ കമ്പനി പുനരാരംഭിക്കുകയുണ്ടായി. ഇവിടെ കേരളത്തിലും 10,000 ആളുകളാണ് ഈ ഇലക്ട്രിക്കൽ വെഹിക്കിൾ വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. നമ്മൾ ഈ കമ്പനിയുടെ മുതലാളിമാരെ നമ്മളെപ്പോലെയുള്ള ഉപഭോക്താക്കൾക്ക് അറിയില്ല. അപ്പം ഗവൺമെൻറ് ചെയ്യേണ്ടത് കമ്പനിയുമായി സംസാരിച്ച് സർവീസ് ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർവീസ് ഉറപ്പാക്കാൻ പറ്റുന്നില്ലെങ്കിൽ കമ്പനി ചെയ്യേണ്ടത് ഈ ഉപഭോക്താക്കൾക്ക് നഷ്ടപരിഹാരം നൽകുക എന്നുള്ളതാണ്. ഈ വാഹനം തിരിച്ചെടുത്തതിന് ശേഷം അതിന് ഉള്ള പണം തിരിച്ച് നൽകുവാനുള്ള നടപടി കമ്പനി സ്വീകരിക്കണം. ഇതൊരു ഗുരുതരമായിട്ടുള്ള വിഷയമായിട്ടുള്ള സാമൂഹ്യ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ജില്ലയിലെയും സർവീസ് സെൻ്ററുകൾ അടച്ചുപൂട്ടുന്നു. മറുവശത്ത് കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ വഴി സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് തികഞ്ഞ അന്യായമാണ്. വീണ്ടും ആളുകളെ വഞ്ചിക്കുവാൻ വേണ്ടിയുള്ള നടപടികളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വീണ്ടും ഇവരുടെ വഞ്ചനയിൽ അറിയാതെ ചെന്ന് ചാടുന്ന ഒരു സാഹചര്യമുണ്ട്. വീണ്ടും വാഹനങ്ങൾ വാങ്ങിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വാഹനങ്ങൾ വാങ്ങിക്കുന്ന ആളുകളെ നമുക്കറിയാം, ചെറിയ കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ സ്വിഗ്ഗി തൊഴിലാളികൾ, സൊമാറ്റോ തൊഴിലാളികൾ, അങ്ങനെ നിത്യവൃത്തിക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയാണ് ഈ വാഹനം വാങ്ങിക്കുന്നത്. പെട്രോൾ അടിച്ച് നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ വാങ്ങിക്കുന്നത്. അതിന് സർവീസ് കിട്ടാതെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനങ്ങൾക്ക്, ഇവിടെ കിടക്കുന്ന വാഹനങ്ങൾക്ക് 1.5 ലക്ഷം രൂപയോളം വില വരുന്നതാണ്. അത് തുരുമ്പെടുത്ത് വലിയ പ്രശ്നത്തിലാണ് ഈ വാഹനങ്ങളെല്ലാം ഇരിക്കുന്നത്. കോട്ടയത്തെ കൂട്ടായ്മ തീരുമാനിച്ചിരിക്കുന്നത് ഉപഭോക്തൃ കോടതിയിൽ പോകാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, കൂടുതൽ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കാനും കോട്ടയത്തെ കൂട്ടായ്മ തീരുമാനിച്ചിട്ടുണ്ട്. 100 കണക്കിന് വാഹനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിൽ പലതും ഉടമകൾ ഉപേക്ഷിച്ച മട്ടിലാണല്ലേ? തീർച്ചയായിട്ടും. കാരണം ഉപേക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. പല ആളുകളും വാഹനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് പെട്ടിയോട്ടോ വിളിച്ചിട്ടാണ്. പെട്ടിയോട്ടോ വിളിച്ച് അതിനകത്ത് കയറ്റി കൊണ്ടുവന്ന് ഇവിടെ സർവീസിന് വേണ്ടി കൊടുത്താണ്. അപ്പോൾ സർവീസ് സെൻറ്റർ 1.5 മാസമായിട്ട് അടച്ചിട്ടിരിക്കുന്നു. അപ്പോൾ അവർ സർവീസ് സെൻറ്റർ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞിരുന്നത് പാർട്സ് കിട്ടാനില്ല, പാർട്സ് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം എത്രയോ മാസങ്ങളായിട്ട് ഇവിടെ ഈ വാഹനങ്ങൾ ഇരിക്കുകയാണ്. 100 കണക്കിന് വാഹനങ്ങളാണ് ഇരിക്കുന്നത്. അത് വലിയ നഷ്ടമാണ് ആളുകൾക്കുണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ സമരം നടത്തുന്ന സമയത്ത് റാന്നിയിൽ നിന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ വാഹനം കേടായി കമ്പനിയായിട്ട് ബന്ധപ്പെട്ടപ്പം അവരുടെ മെയിൽ ലഭിച്ചു. കോട്ടയത്തെ സർവീസ് സെൻറ്ററിൽ വരാൻ പറഞ്ഞു. അദ്ദേഹം വണ്ടി പിക്കപ്പ് വിളിച്ച് ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ വരുമ്പോഴാണ്
സർവീസ് സെൻറ്റർ 1.5 മാസമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി അടിമുടി ഫ്രോഡായിട്ടുള്ള ഒരു കമ്പനിയാണ്. ആ മനുഷ്യൻ ഇവിടെ ഞങ്ങളുടെ കൂടെ സമരത്തിന് കൂടുകയും റാന്നിയിലെ ഉപഭോക്താക്കളെ വിളിച്ച് സമരം നടത്താനായിട്ട് തീരുമാനിച്ചുമാണ് അദ്ദേഹം മടങ്ങിപ്പോയിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വഞ്ചിക്കുന്ന ഒരു കമ്പനിയാണ് ഒലയെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഈ വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തകരാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിജിറ്റലായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് കീ പോലും ഇല്ലാത്ത വാഹനങ്ങളാണ്. ഇവിടുത്തെ സാധാരണ വർക്ക്ഷോപ്പുകാർക്കൊന്നും പരിഹരിക്കാവുന്ന കംപ്ലൈൻ്റ് അല്ല ഇതിനകത്ത് വരുന്നത്. ബോർഡുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലൈൻ്റ് ഒക്കെ വരുന്ന സമയത്ത് ഇത് പരിഹരിക്കാനായിട്ട് പറ്റും. അത് ബാറ്ററി കംപ്ലൈൻറ്റ് വരുന്നു. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാനായിട്ട് പറ്റുന്നത് കമ്പനിക്ക് മാത്രമാണ്. വാറണ്ടി പീരീഡിലാണ് നമ്മളെല്ലാവരും കമ്പനിയോട് സർവീസ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ വാറണ്ടി പീരീഡിൽ പോലും കമ്പനി സർവീസ് തരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനങ്ങൾ ഉപേക്ഷിക്കുകയും നിർവാഹമുള്ളൂ. അതാണിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാട് പിടിച്ച് കിടക്കുകയാണ് വാഹനങ്ങൾ ഈ സർവീസ് സെൻറ്ററിനകത്ത്. മിക്കവാറും എല്ലാം തന്നെ പുതിയ വണ്ടികളാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ തുരുമ്പെടുത്ത് നശിക്കുന്ന സമയത്തും ആളുകൾ ഇതിൻ്റെ ഫിനാൻസ് അടയ്ക്കുകയാണ്, EMI അടച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിമാസം. അപ്പോൾ അതൊരു വലിയൊരു പ്രതിസന്ധിയാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ് ആളുകൾക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. ഓലയുടെ ബ്രേക്ക് പാഡ് തീർന്നിട്ട് ഇപ്പോൾ 1 മാസമായി. ഞാൻ 1 മാസം അടുത്ത് കോട്ടയത്ത് എപ്പോഴും വരുമ്പം ഇവിടെ കയറുന്നു, പക്ഷേ എപ്പോഴും ഷട്ടറിട്ട് കിടക്കുക. അതുകൊണ്ട് ഇപ്പം ബ്രേക്ക് പാഡ് ഇല്ലാതെ ഇത് ഓടിക്കാനും പറ്റുന്നില്ല. എല്ലാം ഒരു പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. പിന്നെ ഈ ഓലയ്ക്ക് ഇതിൻ്റെ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ്. അതിവിടെ ചോദിച്ചപ്പോൾ ബാറ്ററി വാറണ്ടി ഉണ്ടെങ്കിലും അവർ പറയുന്നത് 3-4 മാസം എടുക്കും. അതുകൊണ്ട് ഉള്ള പോലെ ഓടിച്ചുകൊണ്ട് നടക്കാനാണ് അവരിപ്പോൾ പറയുന്നത്. എത്ര രൂപ കൊടുത്ത് വാങ്ങിയ വണ്ടിയാണ് ഇതിപ്പം 1.5 അടുത്ത് വില കൊടുത്ത് മേടിച്ച വണ്ടിയാണ്. അവർ പറയുന്ന ഉള്ള പോലെ ഓടിച്ചുകൊണ്ട് നടക്കാനല്ലേ? ഇപ്പം വെക്കുവാണെങ്കിൽ 3-4 മാസം എടുക്കും, ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള പോലെ രീതിക്ക് ഓടിക്കുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞത്. ഇപ്പം ഓടിച്ചുകൊണ്ട് ഇടയ്ക്ക് ഓഫായി പോകും. ഇപ്പം ലൈക്ക് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ട്രാഫിക്കിൻ്റെ ഇടയ്ക്ക് ഓവർടേക്ക് ഓഫായി പോയാൽ എന്ത് ചെയ്യും? അത്ര ഡേഞ്ചർ ആയിട്ടുള്ള പരിപാടി. എന്നാലും അതൊക്കെ ഇപ്പോൾ ഒരു 20-30 കിലോമീറ്റർ ഞാനിപ്പോൾ ഓടിക്കാൻ പറ്റുന്നുള്ളൂ ഈ സാധനം. ഈ വാഹനം വാങ്ങി പ്രതിസന്ധിയിലായി പോയ ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന വലിയ വിഷയമാണിത്. ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് ഉപഭോക്താക്കൾക്ക് പറയാനുള്ളത്. കോട്ടയത്തു നിന്നും വീഡിയോ ജേർണലിസ്റ്റ് NK അനിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.